ഇവിടെ ജോർജിയൻ ഫാമിലി റെസ്റ്റോറൻ്റ് ആണ്. ഹലോ, വെൽക്കം ബാക്ക് ടു ഹിമശ്രീ വ്ലോഗ്സ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് ഫാമിലീസ് അല്ലേ? ഓഡ ഫാമിലി മാർട്ട്. അല്ല, മുന്തിരിത്തോട്ടങ്ങൾ. കണ്ടോ, ഫാമിലിത്തെ വന്നേക്കണ ഫാമിലിത്തെ ആള്. ഇവിടെയാണ് മൈൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന ഇതുണ്ടല്ലോ, വൈൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഗ്രേപ്സൊക്കെ പൂത്ത് തുടങ്ങി, ഗ്രേപ്സ് വിളഞ്ഞ് പാകമാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രേപ്സ് ഇട്ടിട്ട് സ്മാഷ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പറഞ്ഞു തരാണ് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വൈൻ്റെ മീൻസ് മുന്തിരി ഒന്നും വിളഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അവർ ഈ വൈൻ ബോട്ടിൽസൊക്കെ കീപ്പ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇവിടുത്തെ ഹൗസിനെ ഓഠ എന്നാണ് പറയുന്നത്. വുഡൻ കൊണ്ടും സ്റ്റോൺ കൊണ്ടൊക്കെ മെയ്ഡ് ചെയ്തേക്കണ ഹൗസാണ് കേട്ടോ ഇവരുടെ. അപ്പോൾ അതിനെ ഓഠ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓഠ ഫാമിലി എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇവർ പറയണത് നമുക്ക് ഒന്നും മനസ്സിലാവില്ല കേട്ടോ, ഇവരുടെ ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ അത് കാരണം നമ്മുടെ ഗൈഡായിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയോ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ അവരവിടെ ഫുഡിൻ്റെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു പ്ലേസാണ്, നമുക്ക് ഈ പ്ലേസൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അപ്പോൾ കാം ആൻഡ് ക്വയറ്റാണ് കേട്ടോ, അടിപൊളിയാണ്. കുറേ സ്ഥലവും ഒരു വീട്, അതിൻ്റെ ഇത് അവരുടെ വർക്ക് പ്ലേസാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവർക്ക് കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളും മുന്തിരി ഗ്രേപ്സിൻ്റെ ചെടികൾ കുറേ ഉണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി കൂൾ പ്ലേസാണ് കേട്ടോ. നല്ല കാലാവസ്ഥയുമാണ് കേട്ടോ. വിൻ്ററൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല തണുപ്പായിരിക്കും, കാരണം അത്രയും തണുപ്പുണ്ടായിരിക്കും. ഇങ്ങനെ ഒരു തുറന്ന് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ. പിന്നെ ഇവിടെ ഡോഗ്സ് ആണ് കേട്ടോ കൂടുതൽ, കുറേ ഡോഗ്സിനെ കാണാൻ പറ്റും. പിന്നെ ഇത് ഈ സൈഡിലായിട്ടുള്ള വാഷ്റൂമാണ്. നമ്മുടെ കൈക്കോട്ടും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. കൈക്കോട്ട് തന്നെയല്ലേ ഒക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ കണ്ടോ മുന്തിരി ഗ്രേപ്സ് പൂത്തിട്ടില്ലല്ലോ, ഇപ്പോൾ സമയമായിട്ടില്ലല്ലോ, ഒക്ടോബറിലൊക്കെയാണ്.
അപ്പോൾ ഫുഡ് പ്രിപ്പറേഷൻ നടക്കുകയാണല്ലോ, അപ്പോൾ അതിനകത്ത് ഇടാനുള്ള എന്തൊക്കെയോ ഇലകളൊക്കെയാണ് കേട്ടോ ഇവിടുന്ന് പറിക്കുന്നത്. വുഡൻ ക്ലോക്ക് സമയം കറക്റ്റാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട്. ഫുഡിൻ്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. ഇത് നമ്മുടെ മൊമ്മൂസ് പോലത്തെ ഒരു സംഭവമാണ്. പിന്നെ ഒരു ടൊമാറ്റോ സാലഡ്, അതിനകത്ത് ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കോൺഫ്ലോറും ചീസൊക്കെ കൂടിയിട്ടുള്ള ഒരു ഫുഡ് ഇതാണ്. അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി റൂമിലെത്തിയായിരുന്നു കേട്ടോ. ആ വീഡിയോ ഇല്ല. ഇപ്പം പിന്നെ വന്നേക്കുന്നത് അടുത്ത ഫുഡിങ്ങിനാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ജോർജിയൻ ഫുഡ് കഴിച്ച് എന്താ പറയുക മട്ടിയ കാരണം അവരുടെ ഫുഡ് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മുടെ ഫുഡും അവരുടെ ഫുഡുമായിട്ട് ഭയങ്കര വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്കത് എനിക്കറിയില്ല എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന്. ചിലർക്ക് അങ്ങനെ ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടാവും, അവർക്ക് കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാണ്ട് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫുഡ് കഴിക്കാണ്ട് നമുക്ക് എന്താ പറയുക സമാധാനം കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ മലയാളി റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ എവിടെ പോയാലും തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കും ഒരു കേരള റെസ്റ്റോറൻറ്റോ മലയാളി റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റെങ്കിലും കണ്ടുപിടിച്ചിരിക്കും കേട്ടോ, അല്ലേ? അതിപ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഇത് ലഞ്ച് ബോക്സ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റാണ്. മലയാളീസാണ് കേട്ടോ, സ്റ്റാഫ്സും എല്ലാം മലയാളീസാണ്. പിന്നെ ഇവിടെ വരുന്നത് കൂടുതലും സ്റ്റുഡൻസ് വരുന്നതാണ് കേട്ടോ കണ്ടത്. ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് മെഡിക്കൽ സ്റ്റുഡൻസൊക്കെ ആയിരിക്കും വരുന്നതാണ് കണ്ടത്. അപ്പോൾ നല്ല സെറ്റപ്പാണ്, അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. ഇവരൊക്കെ എഴുതിട്ട് പോയി. ജോർജിയയിൽ വന്നിട്ട് ഇന്ത്യൻ ഫുഡല്ല ബിരിയാണി കഴിക്കാൻ വന്നു. മലയാളി ഫുഡ് കഴിക്കാൻ വന്ന ബിരിയാണി കഴിക്കാൻ നമ്മൾ കുടുക്ക ബിരിയാണി ഓർഡർ ചെയ്തു. കുടുക്ക ബിരിയാണി ഗുഡ്, വെരി ഗുഡ്. വേണ്ട, അങ്ങനെ നമ്മുടെ ചിക്കൻ കുടുക്ക ബിരിയാണി എത്തി. ഇത് കഴിക്കണേ. ജോർജിയൻ കുടുക്ക ബിരിയാണി. നീ ആദ്യമായിട്ടില്ലേ കുടുക്ക ബിരിയാണി കഴിക്കണേ? ജോർജിയയിൽ വന്നിട്ടാണ് കുടുക്ക ബിരിയാണി കഴിക്കാൻ യോഗം. ഫുഡായിരുന്നു,
സോ കോംപ്രമൈസിങ്ങിലാണ് ഞങ്ങള് അല്ലേ? കോംപ്രമൈസ്. ശ്രീകാന്തിന് ഒരു നേരം അറബിക് ഫുഡ് അറബിക് ഫുഡ് അല്ലല്ലോ, സോറി, ഇന്ന് ഉച്ചയ്ക്ക് ജോർജിയൻ ഫുഡായിരുന്നു. അപ്പോൾ കോംപ്രമൈസിങ്ങിനാണ്. ഒരു നേരം ജോർജിയൻ, ഒരു നേരം ഇന്ത്യൻ. റിച്ചുവിന് ശ്രീകാന്ത് വാരി കൊടുക്കുന്നതായിരിക്കും. അതെ, പപ്പയ്ക്ക് വേണ്ടി ഞങ്ങൾ ജോർജിയൻ കഴിക്കുന്നു, പപ്പ ഞങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ കഴിക്കുന്നു.